2018 ഏപ്രിൽ 19 നടന്ന KFCയുടെ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനപ്രകാരമാണ് 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. 2018-19 കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടിൽ നിക്ഷേപം നടത്തിയ സ്ഥാപനത്തിന്റെ പേര് ബോധപൂർവം വെളിപ്പെടുത്തിയിട്ടില്ല. സംസ്ഥാന ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിയമപ്രകാരം റിസർവ് ബാങ്കിലോ നാഷണലൈസ്ഡ് ബാങ്കിലോ മാത്രമേ പണം നിക്ഷേപിക്കാവൂ എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. ബോണ്ടിലുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ബോർഡ് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നുമാണ് ചട്ടം. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ നിയമത്തിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. 2019-2020 RCFL എന്ന അനിൽ അംബാനിയുടെ കമ്പനിയുടെ പേര് മറച്ചുവെച്ചു. 2020-21 പേര് കാണാൻ കഴിഞ്ഞതെന്നും സതീശൻ ചൂണ്ടിക്കാണിച്ചു. 2019 കമ്പനി പൂട്ടിയതോടെ 7 കോടി 9 ലക്ഷം മാത്രമാണ് തിരികെ കിട്ടിയത്. പലിശ അടക്കം തിരിച്ചു കിട്ടേണ്ടിയിരുന്നത് 101 കോടി രൂപയായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം അനിൽ അംബാനിയുടെ മുങ്ങാൻ പോകുന്ന കമ്പനിയിൽ പണം നിക്ഷേപിച്ച് കോടികൾ നഷ്ടപ്പെടുത്തിയ ഒരു അഴിമതിയുടെ കഥയാണ് ഞാനിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന സർക്കാർ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് അനിൽ അംബാനിയുടെ കമ്പനിയിൽ കോടികൾ നിക്ഷേപിച്ചത്. സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951 അനുസരിച്ച് KFC രൂപീകരിച്ചത് ഇടത്തരം ചെറുകിട വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അവർക്ക് ലോൺ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. സംസ്ഥാനത്തെ MSME അടക്കമുള്ള വ്യവസായങ്ങൾക്ക് വായ്പ നൽകാൻ രൂപീകരിച്ച ഈ സ്ഥാപനം 26/4/2018 അനിൽ അംബാനിയുടെ RCFL, അതായത് റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ 60 കോടി 80 ലക്ഷം രൂപ നിക്ഷേപിച്ചു. അതേസമയം VD സതീശൻ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുൻ ധനമന്ത്രി തോമസ് ഐസക് രംഗത്തെത്തി. റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് റിലയൻസിൽ പണം നിക്ഷേപിച്ചത്. ചട്ടങ്ങളെല്ലാം നിക്ഷേപത്തിന് പൂർണ്ണമായും പാലിച്ചിട്ടുണ്ട്. സതീശൻ കണക്കുകൾ പഠിക്കണമെന്നും ഐസക് വിമർശിച്ചു. നിക്ഷേപം നടത്തുന്ന വർഷം 250 കോടി രൂപയാണ് ഈ കമ്പനിയുടെ ലാഭം. സതീശൻ കുറച്ചുകൂടി പഠിക്കുന്നതാണ്. 2018 IL&FS അടക്കമുള്ള NBFCകൾ ഒന്നായിട്ട് തകരുകയും അതിന്റെ പ്രതിസന്ധി NBFCയിൽ വന്നപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് റിലയൻസ് കമ്മീഷനിൽ ഈ പ്രതിസന്ധിയിലേക്ക് പോയത്. അങ്ങനെ ഒരു പ്രതിസന്ധി വരും എന്ന് നിക്ഷേപം നടത്തുന്ന സമയത്ത് അത് മന്ത്രിയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ അല്ല, അത് ഇൻവെസ്റ്റ്മെന്റ് കമ്മിറ്റിയും അവർക്ക് അറിയാൻ പറ്റുമായിരുന്നു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.